ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ അതേ ശനിയാഴ്ചക്കലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ രാവിലെ ബീഫ് പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. എന്നാൽ ബീഫ് ബിരിയാണിയാണ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ കിച്ചണിലേക്ക് വന്ന്, അപ്പോൾ നേരെ അങ്ങോട്ട് വെളുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇരുട്ട് പുറത്ത്. അപ്പോൾ അതാ ബീഫൊക്കെ കൊണ്ടുവന്ന് വെള്ളമൊഴിച്ച് വെക്കുകയാണ്. ബീഫ് വെള്ളിയാഴ്ച മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നാത്തൂനൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ശനിയാഴ്ച എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രീസറിൽ വെച്ചതാട്ടോ. അപ്പോൾ അത് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ നന്നാക്കി ചതച്ചെടുക്കണം. നല്ല മഴയും കാറ്റും ഇടിയൊക്കെ എല്ലാ ദിവസവും ഉള്ളതുകൊണ്ട് കറണ്ട് പോകും. അപ്പോൾ കറണ്ടുള്ള ടൈമിൽ ചതച്ച് വെക്കാന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് വെക്കാൻ വേണ്ടിയിട്ട് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ അതാ കിച്ചണിൽ വന്ന് ജനലൊക്കെ തുറന്ന് നേരം വെളുത്തപ്പോൾ അപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്, നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ നിന്ന് ഇതിലേക്കുള്ള പച്ചമുളക് എടുത്തിട്ട് വരെയാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ 3 കിലോ ബീഫാണ് കേട്ടോ വാങ്ങിയേക്കണത്. അപ്പോൾ അതിലേക്ക് 30 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ അതൊക്കെ ചതച്ചെടുത്ത് പിന്നെ ഞാൻ ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ മുറ്റത്ത് സൈഡിലൊക്കെ ഇച്ചിരി വെള്ളമുണ്ട്. പിന്നെ ഇതാ മഴക്കാറാണ് ഇന്നത്തെ ദിവസം, വെയിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതേ ഇനി അതിലേക്കുള്ള സവാള ഒക്കെ വേണം. പിന്നെ കച്ചമ്പർ ഉണ്ടാക്കാനുള്ള സവാളയും എല്ലാത്തിലേക്കുള്ള സവാള ഞാൻ ഒരുമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, പൊരിച്ച് കോരാനും. ഞാൻ സാധാരണ നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടല്ലേ ബിരിയാണി ഉണ്ടാക്കൽ. ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ വലിയ അരിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ ബിരിയാണിയുടെ അരി തന്നെ മേടിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഉള്ളവരൊക്കെ വലിയ അരി വെച്ചിട്ടാണ് ബിരിയാണി വെക്കാറ് കേട്ടോ. അപ്പോൾ ചെറിയ അരി കൊണ്ട് വെച്ചിട്ട് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കുറേ കാലമായിട്ടാണ് അങ്ങനെ ഞാൻ വെക്കാറേ ഇല്ല. ഈ തിളപ്പിച്ച് ഊറ്റിയിട്ട് വെക്കൂലേ, അതുപോലെ ഞാൻ വെക്കാറേ ഇല്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം അഴീക്കോട് പോയപ്പോഴും വീട്ടിൽ ഉമ്മിച്ചി അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ വിചാരിച്ച് ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എന്ന്. അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാളയൊക്കെ പൊരിച്ച് കോരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ സവാള കറണ്ട് പോണേക്കുമ്പ് അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. 3 കിലോ ബീഫിലേക്ക് ഞാൻ 1 കിലോന് 4 സവാള വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ 3 സവാള വെച്ചെടുക്കലേ ഉള്ളൂ. ഇവിടെ ഉള്ളവർക്കൊക്കെ മസാല നല്ലോണം വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ 4 വെച്ചെടുത്തിട്ടുണ്ട്. എനിക്കധികം മസാല ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ സവാള ഇതാ പൊരിച്ച് കോരാൻ വേണ്ടിയിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലേക്ക് പുട്ടും മീൻകറിയാണ് കേട്ടോ. അപ്പോൾ മീൻകറി ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻകറി ഒന്ന് ചൂടാക്കിയതാണ്, അതവിടെ മാറ്റി വെച്ചിട്ടാ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റിയിട്ട് ഞാൻ ഇതിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ പൊരിച്ച് കോരുന്നുണ്ട് കേട്ടോ. ഉമ്മിച്ചി കാണിക്കുന്നുണ്ടതാണ് ഇതൊക്കെ. അപ്പോൾ അതേ സവാള വേപ്പിലയും കൂടെ പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇനി ഇതവിടെ ഞാനൊരു ബോക്സിലാക്കി അടച്ച് വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കച്ചമ്പറിയിലേക്കുള്ള പച്ചമുളകും സവാളയൊക്കെ ചോപ്പ് ചെയ്തും കൂടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ചോപ്പർ ഇതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ബീഫിലത്തെ വെള്ളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റാണ്ട് കേട്ടോ. ബോക്സിൽ നിന്ന് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ അതൊക്കെ തുടച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഈ സ്ലാബിൽ സവാളയും ഇതൊക്കെ
അരിഞ്ഞതിൻ്റെ നന്നാക്കിയതിൻ്റെ ഒക്കെ ഉണ്ട്. അതൊക്കെ തുടച്ചെടുത്തിട്ട് ഇനി തേങ്ങ ചിരകണം. ചമ്മന്തിക്ക് തേങ്ങ ചിരകാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ തേങ്ങ ഞാൻ 2-3 പൊട്ടിച്ചിട്ടുണ്ട്. ആവേശത്തിൽ തേങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ ചമ്മന്തിയിൽക്കും വേണം, പുട്ടിൽക്കും വേണം കേട്ടോ. അപ്പം ഞാനങ്ങനെ 3 പൊട്ടിച്ച് വെച്ചതാണ്. അപ്പോൾ തേങ്ങ ചിരകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മറ്റേ ആവി കയറ്റണ പാത്രമില്ലേ, അതിലാണ് പുട്ടുണ്ടാക്കൽ, പുട്ടുകുടത്തിലല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി, തേങ്ങ കുറച്ച് ചിരകിയതിന് ശേഷം അതൊക്കെ കഴുകി ചൂടാവാൻ വെക്കുന്നുണ്ട്. വെള്ളം ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ. അതൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഞാൻ പുട്ടിന് പൊടി നനക്കണത്. അപ്പോൾ അത് പൊട്ടുപൊടിയാണ്. അപ്പോൾ അതിൽ വെള്ളവും ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയല്ല. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഫോയിൽ പേപ്പർ വെച്ചിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് പുട്ടുപൊടി നനച്ചത് ഇട്ട് കൊടുക്കും. പിന്നെയും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 2 ലെയറായിട്ട് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 1 ലെയറായിട്ട് വെക്കുക. അപ്പോൾ ചായ ഞാൻ അപ്പുറത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുട്ട് ദേ റെഡി ആയിട്ടുണ്ട്. ഒരു ട്രിപ്പ്, ഇനി ഒരു ട്രിപ്പും കൂടെ ഉണ്ടാക്കാണ്ട് കേട്ടോ, ആൾ കൂടുതലുള്ളതുകൊണ്ട്. അപ്പം ഞാനിത് 2 ട്രിപ്പാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കാസറോളിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പേര് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും കൂടെ ഒരുമിച്ചൊന്നും കിട്ടൂല, ചിലവർ എണീറ്റിട്ടില്ല. അപ്പോൾ വന്നവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇത് നാത്തൂൻ്റെ മോനാണ് കേട്ടോ. ഇത് പിന്നെ നവാസ്ക. അപ്പോൾ അവർ 2 ചായ അടിക്കാൻ വന്നപ്പോൾ അവർക്കുള്ള ചായ ഉണ്ടാക്കിയിട്ട് കൊടുത്തതാണ്. പിന്നെ ഇതാ ബീഫ് ഐസൊക്കെ പോയി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇനി ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് വേവിച്ചെടുക്കണം. അതിന് കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഉപ്പ് കുക്കറിൽ മാത്രം ഇട്ടാൽ മതി, താഴെ ഇടണ്ട കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. താഴെ പോയത് നമ്മൾ തന്നെ തുടക്കണം. ഇതിൽ വേറെ ഒന്നും ഇടൂല കേട്ടോ, കാരണം ഈ വെള്ളം ചോറ് വേവിക്കുമ്പോൾ എടുക്കാനുള്ളത് കൊണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ വേവിച്ച വെള്ളം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടെ ഒഴിച്ച് വേവിക്കലാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിന്. ഇന്ന് ഞാൻ ഊറ്റിയിട്ടാണല്ലോ ഉണ്ടാക്കണത്, എന്നാലും ഞാൻ ആ വെള്ളം അതിലൊഴിച്ച്. അപ്പോൾ അതേ അടുത്ത ആൾക്കാർ ചായ കുടിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ. ഇത് നവാസ്കാട് അനിയനും പെങ്ങളും. അപ്പോൾ അതാ പുറത്ത് നല്ല മഴക്കാറുണ്ട്, കാറ്റുണ്ട്. മഴ ഒന്ന് ചാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതിപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണതാണ്. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് ഇടി വെട്ടും, ഇടിമിന്നും, അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം മുഴുവനും. 10:30 ആകുമ്പോൾ നല്ല ഇരുട്ട് കുത്തിയിട്ടുണ്ടായിരുന്നത്. രാത്രി ആയാലും എങ്ങനെയാണ് അതേപോലെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ ചോറ് വെക്കാനായിട്ട് ഞാൻ 2 എണ്ണത്തിൽ വെള്ളം വെക്കണുണ്ട്. വലിയതില്ലാത്തതുകൊണ്ട്, വലിയത് ഒരെണ്ണം ഇരിക്കേണ്ട, പക്ഷെ അത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 എണ്ണത്തിലാക്കിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്കുള്ള കണസ സാധനങ്ങളൊക്കെ ഇടണം. അതിൻ്റെ ഇടയിൽ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
ചെറിയ ഉള്ളി, മല്ലിയിലയും കറിവേപ്പിലയും ഇഞ്ചി, പിന്നെന്താണ്, പിന്നെ തേങ്ങ, ഉപ്പ്, പുളിക്കാവശ്യമായിട്ടുള്ള സാധനം, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ചമ്മന്തി അരച്ചെടുക്കണം. പക്ഷെ അപ്പോഴത്തേനും കറണ്ട് പോയി. അതുകൊണ്ട് ഞാനത് അവിടെ അടച്ച് വെച്ചിട്ട് മല്ലിയില മേടിച്ചത് ബോക്സിലാക്കി വെക്കുകയാണ് കേട്ടോ. കറണ്ട് വന്നിട്ടേ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മല്ലിയില ഇതുപോലെ ബോക്സിലാക്കിയിട്ട് ടിഷ്യൂ താഴെ മേലെയും വെച്ചിട്ടുണ്ടെങ്കിൽ കേടാവാതെ ഫ്രിഡ്ജിലിരിക്കും കേട്ടോ കുറേ ദിവസം. അപ്പോൾ അതേ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ ചോറിൻ്റെ വെള്ളമൊക്കെ തിളക്കാനായിട്ടുണ്ട്. ഞാൻ കുറവ് വെള്ളം വെച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മളെ ബീഫിൻ്റെ വെള്ളം വെക്കണ്ടേ. അപ്പോൾ ബീഫ് വെന്തിട്ട് ഞാൻ ഓഫാക്കി ഇട്ടിരുന്നതാണ്. അതിൻ്റെ വെള്ളം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. ആരാണ് കിടന്ന് ഹോൺ അടിക്കുന്നത്? അങ്ങനെ ആ വെള്ളം എടുത്തിട്ട് പകുതിയും രണ്ടിലും ഒഴിച്ചെടുത്തിട്ടാ. എന്നിട്ടാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഏലക്കായ, ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, ഉപ്പ് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ടാ ഒന്നും കൂടെ ഒന്ന് തിളച്ചോട്ടെ. അരി ഇപ്പോഴും കഴുകിയിട്ടില്ല, അത് നിങ്ങൾക്കറിയോ. അരി ഇതേ എടുക്കണുള്ളൂ. അപ്പോൾ 3 വലിയ കപ്പ് നിറച്ച് വേണ്ടിട്ട് അരി എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസാണ് എടുത്തേക്കണത്. ഇനി അതൊന്ന് കഴുകിയിട്ട് ആ തിളച്ച വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ മറ്റേ ചെറുനാരങ്ങ പിഴിയണ കണ്ടില്ലേ, ചമ്മന്തിയിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പകുതിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പകുതി ആയോന്നറിയില്ല. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു അടുപ്പിൽ നമ്മളുടെ മസാല ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള പൊരിച്ചൊരു വെളിച്ചെണ്ണയില്ലേ, അത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതാ ഏലക്കായ, പട്ട, ഗ്രാമ്പൂ ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാത്രം അതിൻ്റെ ഇടയിൽ പുട്ടും മീൻകറിയൊക്കെ എടുത്തുകൊണ്ടുണ്ട്. എന്നിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടാ, അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഊറ്റിയിട്ട് വെക്കാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനെടുത്ത് തിന്ന് നോക്കുന്നുണ്ട് കേട്ടോ, ചോറ് വെന്താന്ന്. അപ്പോൾ ഫുള്ളായിട്ട് വേവിക്കാണ്ട് ഒരു 3/4 ഭാഗത്തുമ്പോഴാണല്ലോ എടുക്കേണ്ടത്. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിന്ന് നോക്കും. പിന്നെ അതാ തക്കാളി അരിഞ്ഞിട്ടുണ്ട്. സവാള ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ ആദ്യം രാവിലെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദേ ഇങ്ങനെ ഇട്ടാ ചോറ് വടിക്കാറ്. അപ്പോൾ അത് രണ്ടും വടിച്ച് വെക്കണുണ്ട്. അപ്പോൾ ചോറൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി മസാല ആയാൽ നമുക്ക് ദമ്മിടാം. കണ്ടില്ലേ, 10:30 ആയപ്പോഴുള്ള അവസ്ഥയാണത്. നല്ല ഇരുട്ട് കുത്തിയിട്ട് മഴ വരാൻ പോകുന്നുണ്ട് കേട്ടോ. ആ ഒരവസ്ഥയാണ് കണ്ടത്. അപ്പോൾ അതേ മസാലയ്ക്കുള്ള തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി അത്രയാണ് ചേർത്ത് കൊടുത്തേക്കണത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മസാലയുടെ മണമൊക്കെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് ഒരു പിടി പുതിനയുടെ ഇല അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതേ നമ്മളുടെ ബീഫിനെ കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ബീഫിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതവിടെ ഇരുന്നിട്ട് ചെറിയ തീയിലൊന്ന് വറ്റി വന്ന് 2 പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ കൊണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിലും കൂടെ ബീഫ് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാനായിട്ട് പകുതി ചോറിട്ട് കൊടുക്കുക. പകുതി ചോറ് ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നെയ്യ്, പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള പൊരിച്ച് കോരിയത് എല്ലാം ഇങ്ങനെ ഓർഡറിലിട്ട് കൊടുക്കുക. ഗരം മസാലപ്പൊടി, പിന്നെ ഞാൻ പൈനാപ്പിളിൻ്റെ എസൻസ് കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചോറിൻ്റെ ചെമ്പ്, ഈ ചെമ്പ് ഇങ്ങനെ വഴുക്കണ ഒരു ചെമ്പാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പൊക്കാൻ പേടി.
അങ്ങനെ നവാസ്ഖാനെ കണ്ടപ്പോൾ പിന്നെ പേടി കൂടുമല്ലോ, അപ്പോൾ പിന്നെ നവാസ്ഖാനെ കൊണ്ട് ഇടിച്ചതാണ്. അങ്ങനെ ലാസ്റ്റ് ലെയറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ്, സവാള പൊരിച്ച് കോരിയത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, നെയ്യ്, ഗരം മസാലപ്പൊടി, പൈനാപ്പിൾ എസൻസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ 1.5 മണിക്കൂർ വെക്കണം. അപ്പോൾ 2 പാത്രത്തിലും ദമ്മ് റെഡി ആയിട്ടുണ്ട്. മൂടി വെക്കാതെ ഞാനിവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ 1/2 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് രാവിലെ തന്നെ. ഇനി എന്താ പണി? ഇനിയാണ് പണി. ബിരിയാണി വെക്കലല്ല പണി. ഇനി ഇവിടെ ഒതുക്കി പാത്രം മുഴുവൻ കഴുകിയെടുക്കണം. എല്ലാ പണിയും കഴിഞ്ഞ് കിച്ചനും പൂട്ടി പോകാൻ നേരത്താണ് ഓർമ്മ വന്നത്. കുറച്ച് ചിക്കൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ചിക്കൻ മേടിച്ചതായിരുന്നു. അപ്പം അത് ക്ലീൻ ചെയ്ത് മസാല തേച്ച് വെച്ചാലേ നമുക്ക് നാളെ ചുടാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നും കൂടെ ഞാൻ ഇതിലേക്ക് വെക്കുന്നുണ്ട്, വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ആ അരിപ്പയിലേക്ക് വെച്ചപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ടുണ്ട്. അപ്പോൾ അതാ കഴുകിയൊക്കെ എടുത്ത് ഇനി അതിലേക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് ഇതുപോലത്തെ 3 സവാളയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചി, പിന്നെന്താണ് 4 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 4 ചിക്കനാണ് കേട്ടോ ഉള്ളത്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, കുരുമുളകിൻ്റെ പൊടിയായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് സുർക്ക അല്ലെങ്കിൽ ചെറുനാരങ്ങ ഏതായാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. ഇനി അടിച്ചെടുത്ത പേസ്റ്റൊക്കെ നമുക്ക് ഈ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അത്രേ ഉള്ളൂ പണി. കണ്ടില്ലേ, മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കനിൽ വരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഈ ബ്രസ്റ്റ് പീസൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബോക്സിലാക്കി വെച്ചു. അതിൻ്റെ കുറച്ച് മസാല ബാക്കി ഉണ്ടായത് ഒരു ചെറിയ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാ. അപ്പോഴത്തേനും ദമ്മൊക്കെ ഓഫാക്കിയിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചെന്നാൽ പോണേക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന്. അത് പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണല്ലോ, ബിരിയാണി വെച്ചാൽ അന്ന് പ്രത്യേകതരം വിശപ്പുണ്ടാവും എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചെറിയ പാത്രത്തിലത്തെ ബിരിയാണിയൊക്കെ മിക്സാക്കി വെച്ച് തിന്നുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ലാതെ വെറുതെ ചോറും മസാലയും വേറെ വേറെ വെക്കണം എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങോട്ട് ഫുള്ള് മിക്സാക്കിയിട്ട് എന്ത് ചെയ്ത് കുറച്ച് ടേസ്റ്റ് നോക്കാം. കുറച്ച് കണ്ടില്ലേ, കുറച്ചെടുത്തിട്ടുള്ളൂ. അത് ടേസ്റ്റൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പിന്നെ പോയി കുളിച്ചൊക്കെ വന്നത് കേട്ടോ. അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ ഇവിടെ ഞാൻ പോകുമ്പോൾ നേരത്തെ കണ്ടില്ല, അതേപോലെ ഇരുന്ന് വന്നപ്പോൾ നിറച്ച് വെള്ളമായിരുന്നു. മഴ പെയ്തിട്ട് തൈരും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മറന്നുപോയി. അപ്പോൾ ഇതൊക്കെ ബോക്സിലാക്കി വെച്ചു. ബിരിയാണി ദമ്മും പൊട്ടിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കേട്ടോ റെസിപ്പീസ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്